ഹലോ, ഇത് കൊഴുവ, മുരിങ്ങക്കായ, മാങ്ങ ഇത് ചേർത്ത് തേങ്ങ അരച്ചുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവ മസ്റ്റായിട്ടും ചേർക്കണം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് 6 അല്ലി ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ചേർത്ത് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, അധികം മല്ലിപ്പൊടി ചേർക്കേണ്ട, ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് വഴറ്റണം. ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും പച്ചമുളകുമാണ്, അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി മാത്രം ഇതിലേക്ക് ചേർക്കുന്നു. അതും ചേർത്ത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റണം. ഇത് കരിയാതെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ചേർക്കുന്നു. വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കണം. ഞാനിവിടെ 1/4 മുറി തേങ്ങയാണ് അരച്ചത്. നന്നായി പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/4 കിലോ കൊഴുവയാണ്, 1/2 കിലോ കൊഴുവയായിരുന്നു. അത് നമ്മുടെ പൂച്ചമക്കൾക്കൊക്കെ കൊടുത്ത് 1/4 കിലോ രൂപത്തിലായി. ഇനി അതിന് വേണ്ട തേങ്ങയാണ്, നമ്മൾ എത്രയാണോ കൊഴുവ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. ഞാനിവിടെ 1/4 കിലോ കൊഴുവയ്ക്ക് 1/4 മുറി തേങ്ങയാണ് എടുക്കുന്നത്. അതും ചേർത്ത് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. മാങ്ങ, നമ്മൾ പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ട് 6-7 കഷ്ണം മാങ്ങ ഇതിലേക്ക് ചേർക്കുന്നു. കറിവേപ്പില ചേർക്കുന്നു. ഇതൊന്ന് തിള വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. തിള വരുമ്പോൾ ഇതിലേക്ക് മുരിങ്ങക്കായ, ഞാനിവിടെ 2 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർക്കാം. ഇതും ചേർത്തതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് അല്പം വേകാനായിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം കൊഴുവയ്ക്ക് അധികം വേവില്ലല്ലോ. അത് അല്പം വെന്തതിന് ശേഷം ഞാൻ കഴുകി മുളകും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുന്ന കൊഴുവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർക്കാം. കറി ഒന്ന് തിള വന്നാൽ നമുക്കൊന്ന് ചെറ്റിച്ചിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് വേണമെന്നില്ല, അധികം വറ്റണമെങ്കിൽ 20 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. തിക്കായ ഗ്രേവി ആവശ്യമാണെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരിയ തീയിലാണിത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് 20 മിനിറ്റ് വെച്ചത്. എപ്പോഴും നേരിയ തീ തന്നെ മീൻ കറി വറ്റിച്ചെടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.